യഥാർത്ഥത്തില് പണത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന റിവ്യൂവർമാർ ഒരുപാടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അനുമോൾക്ക് വേണ്ടി പൈസ വാങ്ങി പണിയെടുക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ. എല്ലാവരും അങ്ങനെ പൈസ കൊടുത്തിട്ടൊക്കെ തന്നെ അതിനുള്ളിൽ നിൽക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സമ്മർ മീഡിയ എന്ന ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഈ ഒരു ചാനല് കൂടുതലായിട്ട് അനീഷേട്ടനെ ഇങ്ങനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നത് കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും അത് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കയിൽ പോയിട്ട് കമന്റ് ഇടാറുണ്ട് കേട്ടോ. ഒരു ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അനീഷേട്ടനെ മാനസികപരമായിട്ട് ആ ഒരു ലവ് ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം അയാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എല്ലാം അനീഷേട്ടന്റെ തെറ്റാക്കി മാറ്റിയ ഇത്തരം ആളുകളൊക്കെ എന്ത് പറയാനാണ്. ഇവിടെ കൃത്യമായിട്ട് പൈസ ഒഴുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട. എന്നെ കുറെ ആളുകൾ പി ആർ ആക്കുന്ന അനുമോളുടെ പി ആർ, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. പിന്നെ അനീഷേട്ടനോട് എന്തുകൊണ്ടാണ് കൂടുതൽ സ്നേഹം തോന്നുന്നത്? ഞാൻ പൈസ വാങ്ങിയിൽ പി ആർ എടുത്തു കണ്ടല്ല അത്. അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു സ്ത്രീയെ അപമാനിക്കാത്തത് കൊണ്ടും തെറി ഉപയോഗിക്കാത്തത് കൊണ്ടും നമുക്ക് അയാൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇതെല്ലാവരും അഭിപ്രായം അത് തന്നെയാകാം. അയാളുടെ ഗെയിം സ്ട്രാറ്റജി അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള വ്യക്തികളെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. അവിടെയുള്ള സ്ത്രീകൾ അപമാനിച്ച ആണുങ്ങളെ അതിനകത്തുള്ളൂ, അനീഷേട്ടൻ ഒഴികെ. അതേപോലെ തന്നെ സ്ത്രീകളെ കാര്യം നോക്കി നോക്ക്, എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ്. പുരുഷ വിരോധികളായിട്ട് പെരുമാറുന്ന രീതിയിൽ എല്ലാവരും മാറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അനുമോളോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നു അനുമോൾ ഒരു സാധാരണക്കാരിയാണ് എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. അനുമോൾ ഒരു മോഡേൺ ആയിട്ടുള്ള, ഇപ്പൊ എന്താണ് മോഡേൺ കുലസ്ത്രീ എന്ന് വിളിച്ചില്ലേ, അതിന്റെ ഒരു 50% കറക്റ്റ് ആണെന്നുള്ളതാണ്. അവർ മോഡലാണ്, എന്നാൽ സംസാരിക്കുന്നതിൽ പകുതി മുക്കാല് നാട്ടിൻ പുറത്തുള്ള പല ആളുകളും സംസാരിക്കുന്ന രീതിയാണ്. ഈ രണ്ട് ഡിഫറൻറ്റേ ഉള്ളൂ. അതായത് മോഡേൺ ആയ ആളുകൾക്ക് ഇഷ്ടപ്പെടണം, സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടണം. ഇത് അനുമോളുടെ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ? ഇവിടെ ഒരു മനുഷ്യന്റെ പിന്നാലെ നടന്ന അയാളെ ആ രീതിയിലാക്കിയെടുത്ത് അയാൾ അവസാനം ഇത് രാവിലെ അനുമോളോട് പറയുന്നു, ഓക്കെ ഞാൻ വിട്ടു. ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നം. അനീഷേട്ട ആകെ 3-4 തവണയാണ് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ സംസാരിക്കുന്നത് ഇവളല്ലേ. ഞാൻ ഈ സമ്മർ മീഡിയ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വന്നതാണ്. സമ്മർ മീഡിയ കുറച്ച് കാര്യങ്ങൾ ഇരുന്ന് കൊണക്കിണ്ട്. നമുക്ക് ആ കൊണക്കുള്ള മറുപടി കൊടുക്കാം. ഞാൻ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളെല്ലാം പറഞ്ഞത്. ഈ വീഡിയോയിൽ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് അനീഷ് ഗെയിം സ്ട്രാറ്റജി മാറ്റി? അനീഷ് വന്ന് അനുമോളെടുത്ത് സംസാരിച്ചിട്ട് എന്തുകൊണ്ട് വീണ്ടും ലൈവിൽ അനുമോൾ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു? ഇപ്പോൾ കുറെ ആൾക്കാരുടെ പി ആറുകളുടെ ഒക്കെ ന്യായീകരണം എന്ന് പറയുന്നത് അതാണ്. അനീഷ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ, പിന്നെ എന്തുകൊണ്ട് അനുമോൾ ഈ വിഷയം സംസാരിക്കുന്നു എന്നുള്ളത്. ഇത് പി ആർ വർക്കിന്റെ ആവശ്യമില്ല. സാധാരണക്കാരായ ആളുകൾ തന്നെ അനീഷ് ഏട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, തിരിച്ച് ഇഷ്ടമല്ല എന്ന് മനസ്സിലായി, അനുമോൾ എടുത്ത് വീണ്ടും പോയിട്ട് ഓക്കെ ഞാൻ വിട്ടു എന്ന് പറഞ്ഞ ആ പ്രശ്നം അവസാനിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം. പിന്നെയും അത് കടിച്ചു തൂങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതാണ് ഗെയിം. അനീഷേട്ടന് പ്രേമം തോന്നുന്നത് ഗെയിം, അനീഷേട്ടനെ കളിപ്പിക്കുന്നത് ഗെയിമല്ല. അനീഷേട്ടൻ പ്രേമം തുറന്നു പറയുന്നു, ആ പ്രേമം എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാതെ അത് കൊണ്ടു നടക്കുന്നത് ഗെയിമേ അല്ല. കൊള്ളാം ചേട്ടാ, കൊള്ളാം. ഒന്ന്. രണ്ടാമത് എന്തുകൊണ്ട് അനീഷ് ഇപ്പോൾ സംസാരിച്ചു? കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ അനീഷ് എല്ലാം വന്ന് സംസാരിച്ചില്ലേ? ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞു അനീഷ് അനുമോൾ പറയുന്നൊന്നും കേട്ടില്ല എന്ന്. ഇപ്പൊ കേട്ടില്ലേ? അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എപ്പോഴാണ് അനീഷ് അനുമോൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തത്? വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അല്ലേ? വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് കൃത്യമായിട്ട് അനീഷിന്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു. ആ വ്യക്തിക്ക് ഒരുപാട് ആലോചിക്കാനുണ്ടാവും. അവർ പറയുന്നത് കേൾക്കണം. അത് കേൾക്കാതെ എണീറ്റ് പോയത് വളരെ മോശം പ്രവൃത്തിയാണെന്ന് ലാലേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് അനീഷ് അനുമോൾ എടുത്ത് സംസാരിക്കാൻ തീരുമാനിച്ചത്. ലാലേട്ടൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അനീഷ് പഴയ സ്ട്രാറ്റജിയിൽ തന്നെ മുന്നോട്ട് പോകും. അതെ, പഴയ സ്ട്രാറ്റജിയിൽ തന്നെ മുന്നോട്ട് പോകും. അനുമോള് ഇഷ്ടമാണ് എന്ന് പറയുമോ ഇഷ്ടമല്ല എന്ന് പറയുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. അവിടെ അനുമോളോട് കാര്യം പറഞ്ഞപ്പോ അനുമോൾ അത് ആദിലയോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും കൂട്ടുകാരിമാരോട് അത് പറയും. ആദിലയോടും നൂറയോടും പറഞ്ഞു. അത് അവർ ചർച്ചയാക്കി ഇങ്ങനെ കൊണ്ടുപോയി. അനീഷേട്ടൻ അത് ആരോടും പറഞ്ഞില്ല. ജനങ്ങളത് കാണുന്നുണ്ടെന്ന് ആൾക്കറിയാം. പകരം ആരോടും ആ കാര്യം പറയാതെ അവിടെ ഉള്ളിൽ വെച്ചു. അയാൾ എവിടെയെങ്കിലും നടന്ന് പറഞ്ഞോ എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അക്ബറിനോട് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞതായിട്ട് അക്ബർ പറയുന്നുണ്ട്, എന്റെ ഒരു ഇഷ്ടം അത് ഒരാളോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ നടന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ അത് കണ്ടന്റ് ആക്കിയിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ ഭാഗത്ത് നിന്നതാണ്. അത് ചേട്ടായി മനസ്സിലാക്കണം കേട്ടോ. ചേട്ടന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീ ചോദിക്കുക. ഇന്നിപ്പോ അനീഷ് വന്ന് അനുമോൾ എടുത്ത് സംസാരിച്ചിട്ട് എന്താണ് പറയുന്നത്? ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, ഇനി അങ്ങനെയൊന്നും ഇല്ല, ഞാനത് അവിടെ തന്നെ കളഞ്ഞു, വേറെ ഒന്നും മനസ്സിൽ വെക്കേണ്ട, ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു നന്മമരം സ്ട്രാറ്റജിയിലേക്ക് പോയി അല്ലേ? ഇപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ക്യാപ്സ്യൂൾ എന്താണ്? അനീഷ് നന്മമരം ആയി മാറി എന്നാണ് പറയുന്നത്. അനീഷ് പോയതിനു ശേഷം ആദിലെ എടുത്ത് നൂറെ എടുത്ത് നോക്കി അനുമോൾ ഈ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോൾക്ക് ഇത് കണ്ടന്റിന് വേണമെന്നാണ് പലരും പറയുന്നത്. അതായത് അനുമോൾക്ക് ഇത് കണ്ടന്റിന് വേണമായിരുന്നെങ്കിൽ അനീഷിന്റെ അടുത്ത് ഒരു എസ് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചേട്ടാ ഞാൻ പുറത്തിറങ്ങിയിട്ട് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഒന്ന് ആലോചിച്ചിട്ട് പറയാം, ചേട്ടാ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കണം, നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നിങ്ങനെയൊക്കെ. അങ്ങനൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടന്റ് ആവുള്ളൂ അല്ലെ? ഇപ്പൊ ഈ രീതിയിൽ പോയത് കണ്ടന്റ് ആയിട്ടില്ലല്ലേ? ചേട്ടായി എവിടെ നോക്കിയിട്ടാണ് ഈ പരിപാടി കാണുന്നത്? ചേട്ടൻ പൈസ വാങ്ങിയതിനുള്ള പണിയെടുക്കുകയാണെന്ന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് ചേട്ടാ. ഞാൻ അനീഷേട്ടന്റെ ഭാഗത്ത് നിൽക്കുന്നത് അനീഷേട്ടന്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് തന്നെയാണ്. അയാൾ വെറുതെ നടന്നിരുന്നതല്ലേ? പിന്നാലെ നടന്ന ആളെ പ്രേമത്തിലേക്ക് വീഴ്ത്തിയിട്ട്
അല്ലെങ്കിൽ ആ ഫേക്കായ ഡ്രാമ നാടകത്തിലേക്ക് ആളെ കൊണ്ടുപോയി ഇട്ടിട്ട് അയാളെ മാനസികമായി തകർത്തിട്ട് അവസാനം ഡയലോഗ് അടി, ചേട്ടായി കൊള്ളാലോ, ചേട്ടായി 16 ലക്ഷത്തിൽ എത്ര കിട്ടി? ഇത് കൃത്യമായി ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഇപ്പൊ ഇയാളുടെ ചാനലിന്റെ ഇടയിൽ തന്നെ, ഈ വീഡിയോന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ അനുമോൾ ഒരുപാട് ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടല്ലോ, PR ആണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നുള്ളത്. PR ആണെങ്കിൽ അങ്ങനെ ചെയ്യും. PR-നും ഒരാളുകളുടെ ഒരു ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കിട്ടും, മനഃപൂർവ്വം ചെയ്യും. അതേപോലെ ഒരു കുൽസിത വീഡിയോനെ കുറിച്ച് ഓർമ്മയില്ലേ? ആ വിഷയത്തെ അനുമോളെ എതിർത്ത ആളാത്ര ഇയാള്. ആ ഒരു സമയത്ത് അനുമോളുടെ കൂടെ നിന്ന ആളാണ് ഞാൻ. ആ സമയത്ത് എന്നെ PR ആക്കിയ ആളുകളുണ്ട്. അതായത് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, ലൈവ് ഒക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ മനസ്സിനകത്തേക്ക് കയറുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തേക്ക് പറയാം. ആരുടെയും ഫണ്ട് വാങ്ങി ചെയ്യേണ്ട കാര്യം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇല്ല. പിന്നെ നമുക്കൊക്കെ ആര് ഫണ്ട് തരണം അത് ആദ്യം മനസ്സിലാക്കുക. സമ്മർ മീഡിയ പോലെയുള്ള ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള അങ്ങനെയുള്ള ആളുകൾക്ക് പണം കൊടുത്ത് അത് ചെയ്യിക്കാൻ ആളുകൾ ഉണ്ടാവും. അത് കൃത്യമായി ആൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു പുരുഷനാണ്. ഒരു പുരുഷന് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കൂടെ എല്ലാവരും നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടെന്ന് അവർ നടിക്കുമ്പോൾ കൂടെ കൂടാൻ 1000 പേരാണ്. കൊള്ളാം. ഇവിടെ അനുമോളുടെ ഭാഗത്ത് വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അനുമോൾക്ക് ഇത് കണ്ടന്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അല്ലേ, എന്തിനാണ് അനുമോൾ ഒറ്റയടിക്ക് തന്നെ ബ്രദറിനെ പോലെ കാണുന്നു എന്ന് പറയുന്നത്? ബ്രദറിനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് അവിടെ തീർന്നു. അനീഷിനെ അതിൽ പിടിക്കാൻ പറ്റില്ല. ബ്രദറിനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് അനീഷിന് വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു ചേട്ടായി അത് അങ്ങനെ അങ്ങോട്ട് തീർക്കാമായിരുന്നില്ലേ? ചേട്ടായിക്ക് ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ? PR അല്ലേ? അത് കൊള്ളാലോ. അനുമോള് ബ്രദറായിട്ടാണ് കാണുന്നത് പറഞ്ഞാൽ അത് അവിടെ തീർന്നു പോകുന്നു. കൃത്യമായിട്ട് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അനുമോള് പറയാണ്ട പറഞ്ഞപ്പോ അനീഷേട്ടൻ അത് കൃത്യമായി കത്തി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അനീഷേട്ടൻ അത് മറന്നു. ഒരാൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് എന്ത് തെറ്റാണുള്ളത്? ഒരു തടസ്സവും ഇല്ല, പറയുക തന്നെ, ആളത്തത്തോടു കൂടി പറയുക തന്നെ. അത് പറഞ്ഞു. അനുമോള് കൃത്യമല്ലാത്ത രീതിയിലാണെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലാലേട്ടന്റെ മുന്നിൽ, ഒന്ന് നേരിട്ടിട്ടും. അയാൾക്ക് ആ സമയത്ത് ഒരു മെന്റലി ഒരു തകർച്ച തോന്നിയിട്ടുണ്ടാകാം. അയാളുടെ മുഖത്തത് പ്രതിഫലിക്കാറില്ല, പലപ്പോഴും പ്രതിഫലിക്കാറില്ല. കൃത്യമായി ലാലേട്ടന്റെ മുന്നിൽ അത് പറഞ്ഞപ്പോ പിന്നീട് ഒരു തവണ പോലും അനുമോൾ ആ രീതിയിൽ ആള് കണ്ടിട്ടില്ല. അതൊരു ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റിയെ ഡ്രാമയാക്കിയും ഗെയിമാക്കിയും കാണുന്ന നിങ്ങളുടെ കണ്ണിനാണ് കുരു. അപ്പൊ എന്തുകൊണ്ടാണ് അനുമോൾ പക്ഷേ ഈ വിഷയം ഇങ്ങനെയാണ് അനീഷേട്ടൻ ഇപ്പോഴും ഹോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിൾ ലോജിക് അല്ലേ? ഈ പുസ്തകം ആരാണ് തുറന്നത്? ഇപ്പൊ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ ചാപ്റ്റർ തുറന്നതാരാണ്? അനീഷാണ്. ഈ പുസ്തകം എഴുതിയതാരാണ്? അനീഷാണ്. ഇതിലെ നായികയെ കൊണ്ടുവന്നവരാണ്? അനീഷാണ്. ഈ കഥ എഴുതിയതും അതിലെ നായികയെ കൊണ്ടുവന്നതും അനീഷാണ്. ആ അനീഷിന് തന്നെ കൃത്യമായിട്ട് അറിയാം ആ നായികയെ വേണമെങ്കിൽ വില്ലത്തിയാക്കി മാറ്റാനും. ആരാണ് ഈ കഥാസന്ദർഭം കൊണ്ടുവന്നത്? ആരാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്? അതൊക്കെ അനുമോളാണ്. എഴുതിയത് രാജകുമാരനാണെങ്കിൽ, അതായത് പാവം രാജകുമാരനാണ് എഴുതിയത് എങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തതും അയാളെ വാരിക്കുയിലേക്ക് വീഴ്ത്തിയതും, അവിടെ ഒരു കഥയുണ്ട്, ഒരു റിയൽ ഇൻസിഡന്റ് ആണ് ആൾ കഥയാക്കി എഴുതിയതും താങ്കൾ കൂട്ടിയാൽ മതി കേട്ടോ. അയാൾ അങ്ങോട്ട് പോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ അങ്ങോട്ട് പോയിട്ട് ഫ്ലൈയിങ് കിസ് കൊടുത്തിട്ടില്ല. അയാൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അവിടെ അനുമോളാണ് ഇതൊക്കെ കാണിച്ചിട്ടുള്ളത്. ഏതൊരു മനുഷ്യനും ഒരു ചെറിയ ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ ആ രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷമാവും. നമ്മൾ പ്രേമിച്ച് നടക്കുന്ന പെൺകുട്ടികൾ അവരിങ്ങോട്ട് പ്രേമിക്കുന്നുണ്ടല്ലോ എന്ന് നോക്കണ്ട, അവരൊന്ന് ഇടം കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം, അതൊക്കെ പ്രേമം എന്തെന്ന് അറിഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും. പണം വാങ്ങിക്കൊണ്ട് PR ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും കറക്റ്റ് തലയിലേക്ക് കയറില്ല. ചില സീരിയലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില നോവലുകൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നായികയെന്ന് തോന്നിയ ഒരാളെ കുറെ കഴിയുമ്പോൾ എഴുത്തുകാരൻ അല്ലെങ്കിൽ കഥാകാരൻ വില്ലത്തിയാക്കി മാറ്റും. അതിന് അവർക്ക് മാത്രമേ കഴിയൂ. ഇവിടെ അനീഷാണ് ഈ പുസ്തകം തുറന്നത്. ഇഷ്ടം പറഞ്ഞത് അനീഷാണ്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വീക്കെൻഡിൽ അവസാനത്തെ ആഴ്ചയിലെ അവസാന ആയുധമായിട്ട് അനീഷ് എടുത്ത ഒരു ഗെയിം സ്ട്രാറ്റജി. ആ ഗെയിം സ്ട്രാറ്റജി അനീഷ് ഉദ്ദേശിച്ച രീതിയിലല്ല പുറത്തു പോകുന്നത് എന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കിയ അനീഷ് നൈസായിട്ട് സ്ട്രാറ്റജി ഒന്ന് മാറ്റി. ഓക്കെ, എഴുതിയ ആള് തന്നെ വില്ലത്തിയാക്കുന്നു എന്നുള്ളത് ഇവിടെ എല്ലാതും ഒറ്റയ്ക്ക് അനുമോള് ചെയ്തു വെച്ചതാ. ഒറ്റയ്ക്ക് പ്രേമം നടിച്ചതും കൂടെ നടന്നതും അത് ഈ രീതിയിലാക്കിയെടുത്തതും അനുമോളെ വില്ലത്തിയാക്കിയിട്ട് ഞങ്ങൾ എന്തായാലും കാണുന്നില്ല. സമ്മർ മീഡിയ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, പൈസ വാങ്ങിയതിന് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് കാണിക്കടേ, എന്തുവാടേ ഇത്? അനുമോള് ആ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്ത രീതി, താങ്കൾ പറഞ്ഞല്ലോ ബ്രദറാണിറ്റാ കാണുന്നത് പറഞ്ഞ് അവസാനിക്കുന്നുള്ളത്, അതന്നെയാണ് പ്രശ്നം. അത് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ അത് വലിച്ചു നീട്ടി ഇങ്ങനെ ആക്കിയതാണ് പ്രശ്നം. ഇതിപ്പോ സമ്മർ മീഡിയ ഒക്കെ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീയാണ് കേട്ടോ, ആ ഒരു സ്ത്രീയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ ഒന്നും നോക്കണ്ട, വെറുതെ സപ്പോർട്ട് ചെയ്താൽ നല്ല റീച്ച് കിട്ടും കേട്ടോ എന്നുള്ളതാണ്. ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ അനുമോള് ശരിയാണെങ്കിൽ അനുമോളുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കും. ഇത് അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ ഒരു തെറ്റ് തിരുത്താൻ അവളെ കൊണ്ട് ചെറിയ രീതിയിലേ കഴിഞ്ഞിട്ടുള്ളൂ. പൂർണ്ണമായിട്ടും അത് കഴിഞ്ഞത് ആർക്കാ? അനീഷേട്ടനാണ്. പറഞ്ഞു പോയി വണ്ടാര പറഞ്ഞതുപോലെ അവസാനിച്ച് കഴിഞ്ഞ്. പക്ഷെ പൈസ വാങ്ങിയ ആളുകൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും.
അതായത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു, ഞാൻ ഇപ്പോൾ അതൊക്കെ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു നന്മ ഒരു സെന്റിമെന്റൽ അപ്രോച്ചിലേക്ക് മാറുന്നു. പക്ഷേ അനീഷിന് ഇത് എപ്പോൾ വേണമെങ്കിലും തുറക്കാനും അടയ്ക്കാനും പറ്റും. കാരണം ഇത് അനീഷിന്റെ കഥയാണ്, അനീഷ് എഴുതിയ കഥയാണ്. അപ്പോൾ അനീഷിന് എപ്പോൾ വേണമെങ്കിലും അനുമോളുടെ ഇഷ്ടം ഉണ്ടെന്നും പറയാം, സ്വിച്ച് ഇട്ടതുപോലെ അത് നിർത്തുകയും ചെയ്യാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് ശ്രദ്ധിക്കണം. അനുമോളുടെ അനീഷ് ഇത് പറഞ്ഞ സമയത്ത് അനുമോളുടെ എക്സൈറ്റ്മെന്റ് നമ്മൾ കാണണം. ടെൻഷൻ, പേടി, എക്സൈറ്റ്മെന്റ്. ഒരാൾ വന്ന് ഇത്രയും ദിവസം കൂടെ നിന്ന പരിചയമുള്ള സുഹൃത്തായി നിന്ന് സഹായിച്ചിട്ടുള്ള ഒരാൾ തന്നോട് ഇഷ്ടം പറയുമ്പോൾ അനുമോൾ വിചാരിക്കുന്നത് റിയൽ ആണെന്നാണ്. അപ്പോൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇനി അയാൾ പ്രതീക്ഷ വെക്കോ, ഇനി വീണ്ടും ഞാൻ എസ് പറയുന്നു വിചാരിക്കോ, ഇനി അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും മനസ്സിലത് കൊണ്ടുനടക്കാണോ, അയാൾക്ക് വിഷമായോ, ഇത് അയാളുടെ ഗെയിമിനെ ബാധിക്കോ, അതൊക്കെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നല്ല മനസ്സുകൊണ്ട് അവർക്ക് തോന്നുന്ന മാന്യവും ന്യായവുമായ കാര്യങ്ങളും സംശയങ്ങളുമാണ്. അതുകൊണ്ടാണ് അവർ ഈ വിഷയം അവിടെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അയാളുടെ ഗെയിമിനെ അത് ബാധിക്കുമോ, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളെ ആ ഒരു രീതിയിൽ കാണിക്കില്ലായിരുന്നു. ആ രീതിയിൽ അയാളെ തമാശയാണെങ്കിൽ പോലും ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കില്ലായിരുന്നു. ഇവിടെ അനുമോളുടെ ലൈഫിന് നല്ല വാല്യൂ ഉണ്ടല്ലേ, അയാളുടെ ലൈഫിന് ഒരു വാല്യൂ ഇല്ലേ? അയാൾ പോയിട്ട് ഞാനത് മറന്നുട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അത് അവസാനിച്ചു. പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിപ്പോ ലൈവ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ആദിലയും നൂറയും അനുമോള് ഭയങ്കര ചർച്ച. അതിനിടയിൽ ആദിലയും അനുമോള് വീണ്ടും തെറ്റി. നൂറ വന്നിട്ട് രണ്ടിന്റെ ഇടയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അതായത് അനുമോളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ആ ആവശ്യത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നു എന്നാണ് ആദില പറയുന്നത്. അത് കൂടാതെ തന്നെ അവള് പലപ്പോഴായിട്ട് അവളെ വായിൽ നിന്നും കൃത്യമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ആദിലയുടെ മനസ്സിനകത്ത് വേറൊരു ചിന്താഗതിയാണ്. അവളും ഗെയിമാണ് കളിക്കുന്നത്. അത് ആരോടെ പറഞ്ഞു? നൂറയോടെ പറയുന്നത്. നല്ല രസമായിരുന്നു എന്തായാലും കണ്ടോണ്ടിരിക്കാം. പിന്നെ ഈ സമ്മർ മീഡിയ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈവ് കാണാത്ത ആളുകൾക്ക് ജസ്റ്റ് ഫോട്ടോസ് ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇയാൾ പറയുന്നത് തന്നെയാണ് വിശ്വസിക്കുക, അല്ലെ? പക്ഷെ യഥാർത്ഥത്തിൽ ആ വീഡിയോ വെച്ച് സംസാരിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും, അനുമോൾ ഇതാട്ടോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അനീഷേട്ടൻ ഇതാട്ടോ ഉദ്ദേശം എന്നുള്ളത്. ഈ വീഡിയോ വെച്ച് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വരും. ഫോട്ടോ വെച്ച് ഞാനത് ഇമിറ്റേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ടോണും മാറി, അതിന്റെ സന്ദർഭം മാറി, എല്ലാം മാറി, അത്രേ ഉള്ളൂ. ഇവിടെ അനീഷേട്ടന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയാൾക്ക് ഇഷ്ടം തോന്നാനും തോന്നാതിരിക്കാനും അത് അയാളുടെ താല്പര്യമാണ്. ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറയേണ്ടത് അവരുടെയും താല്പര്യമാണ്. പക്ഷെ ഇഷ്ടമല്ല എന്നൊന്നും പറയാതെ അങ്ങോട്ട് വീട് തിരിഞ്ഞു നടന്നിട്ട് കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് അവസാനം ഇപ്പൊ പറയും അനീഷേട്ടനാണ് കണ്ടന്റ് ആക്കി എന്നുള്ളത്. അനീഷേട്ടൻ ഇന്നലെ രാത്രി ഷാനവാസ്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അവളെ മീൻ പിടിക്കാൻ പോണ കഥയൊക്കെ ആയിരുന്നോ? അതാണ് ഇതിന്റെ കോമഡി. അനുമോളെ അനീഷ് ഒന്ന് പറഞ്ഞ ഉടനെ സ്വിച്ച് ഇട്ടതുപോലെ അനുമോൾക്ക് അവിടെ നിർത്താൻ പറ്റില്ല. അനുമോൾ ഈ വിഷയം അവിടെ ആകെ സംസാരിക്കാൻ പറ്റുന്ന ആദിലെ നൂറയുമാണ്. അവരോട് ഇത് സംസാരിക്കും, അവരുടെ സംശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കും. അപ്പോഴും പക്ഷേ നെഗറ്റീവ് ആവുന്ന ആരാണ്? അനുമോളാണ്. കണ്ടില്ലേ, അയാളെല്ലാം നിർത്തി ആ പെണ്ണ് വീണ്ടും അതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, അപ്പോൾ ഇത് അവർക്ക് കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? അനുമോളെ തന്നെ കുറ്റം പറയും. ഈ സീസണിന്റെ തുടക്കം മുതൽ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ്. അനുമോളുടെ കയ്യിൽ പത്രം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അനുമോൾ ആ ജിസേൽ ആരും വിഷയത്തിൽ ഉള്ളതോ ഇല്ലാത്തതോ, അനുമോൾ ആ ടോപ്പിക് കൈകാര്യം ചെയ്ത രീതിയെ ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് സമ്മർ മീഡിയ. ആ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കാവുന്നതാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്റെ പൊന്നു ചേട്ടാ, താങ്കളുടെ സ്റ്റാൻഡ് എന്താണെന്ന് കറക്റ്റ് പറയോ? അനീഷേട്ട അനുമോളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോ അനുമോൾ ഇങ്ങണ്ട് ഞാൻ ചേട്ടനെ പോലെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. ഇതാണോ ചേട്ടന്റെ സ്റ്റാൻഡ്? താങ്കളപ്പോ ശരിക്കും കണ്ടില്ലേ, പരിപാടി കണ്ടില്ലേ? ചോദിക്കുക. ഇവിടെ അതല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്, തിരിച്ചല്ലേ സംഭവിച്ചിട്ടുള്ളത്. അയാൾ അവർ തമാശ രൂപേണ കാണിച്ചതാണെങ്കിൽ പോലും മനുഷ്യന്മാരാണ് പുള്ളേ. മാനസികമായി തകർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിന്റെ അകത്ത് അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരു പൂക്കാരെന്ന് പറഞ്ഞ പോലെ തോന്നിയ ഒരു ഇഷ്ടമാണത്. അതിന് ഇങ്ങനൊന്നും കാണിക്കേണ്ട, ഇങ്ങനെയൊക്കെ വിവരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആ ഒരു വിഷയം ചാപ്റ്റർ ഒക്കെ ക്ലോസ് ചെയ്യാൻ അനുമോൾക്ക് എളുപ്പമാണെന്ന് താങ്കൾ തന്നെ പറയുന്നു, താങ്കൾ അവകാശപ്പെടുന്നു. പക്ഷെ അനുമോൾക്ക് ആദ്യ കാരണം ആദിലയോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ ആദിലക്ക് പോലും ഇപ്പൊ അനുമോളോട് താല്പര്യമില്ല. ലൈവ് ഇന്ന് കണ്ട ആളുകൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യവുമില്ലാതെ ഒരാളെ എല്ലാവരും ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊപ്പം നിന്ന് ടാർഗറ്റ് ചെയ്യാൻ സൗകര്യമില്ല. അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജയിക്കോ തോക്കോ ചെയ്യുന്നത് എന്റെ വിഷയമല്ല. അനുമോൾ ജയിച്ചാലും അനീഷ് ജയിച്ചാലും അതിനകത്ത് നിൽക്കുന്ന അക്ബർ ജയിച്ചാൽ പോലും ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഈ സീസണിൽ ഇങ്ങനെ ഈ ആൾ തന്നെ ജയിക്കണം, ഇയാൾ ഭയങ്കര ഡിസർവിംഗ് ആണ്, 101% ഡിസർവിംഗ് ആണ്, അങ്ങനെയുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ട് പുറത്ത് ഔട്ടായി പോയ കണ്ടസ്റ്റൻസിന്റെ വക ഒരു വശം, അല്ലാതെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ ഒരു ആളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ, അകാരണമായി ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതിനെതിരെ നമ്മളും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. എത്ര വീഡിയോ അടുപ്പിച്ച് അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെച്ചിട്ടാ? ഒരു കാര്യമില്ലാതെ എല്ലാ തെറ്റും അനീഷേട്ടന്റെ തലയിൽ കയറ്റി വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? അതായത് അനീഷേട്ടന് കിട്ടുന്ന വോട്ടുകൾ പോലും അനുമോളിലേക്ക് കിട്ടണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു സംസാര രീതി. ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത് ചേട്ടാ. ഇവിടെ അതുപോലെ തന്നെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റുകളിലെല്ലാം നമ്മൾ അവരെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ അനീഷ് ഗെയിമിനകത്ത് ഉപയോഗിച്ചത് ഒരു സ്ട്രാറ്റജി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ചീപ്പ് സ്ട്രാറ്റജി ആണെന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക്. അനീഷിന്റെ മറ്റേ ഡിവൈൻ ലവ് ആണ്, റിയൽ ലവ് ആണെന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ അത് പറയേണ്ടി വരുന്നത്. ഇത് ലവ് അല്ല എന്നും അനീഷ് അവസാനം ഉപയോഗിച്ച ഒരു ഒന്നാന്തരം ഗെയിം സ്ട്രാറ്റജിയാണത്. അതായത് അനീഷ് പോയിട്ട് ഒരാളുടെ ഇഷ്ടം പറയുമ്പോൾ ആ വ്യക്തിയിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അയാൾ അനീഷ് പറയുന്ന ഉടനെ തന്നെ അത് നിർത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ അത് സംസാരിക്കും, അയാളുടെ ഉള്ളിൽ ആശങ്കകൾ ഉണ്ടാവും, ഭയം ഉണ്ടാവും. അവർ പറയുന്നുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പുറത്ത് സൈബർ അറ്റാക്ക് നടത്തുമോ എന്ന് പേടിയുണ്ടെന്ന്. സത്യമല്ലേ? അനുമോൾ കണ്ണും കൈയും കാലും കാണിച്ചു വശപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നത്? അതുള്ളതാ. അതായത് തങ്കച്ചനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ആ ഒരു കാര്യത്തിനോടൊന്നും നമുക്ക് യാതൊരു യോജിപ്പില്ല. പക്ഷേ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല. അനുമോള് സാധനങ്ങളൊക്കെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല.
കൈ, കണ്ണ് ഇതൊക്കെ കാണിച്ചിട്ട് ഫ്ലൈയിങ് കിസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അയാൾക്ക് അത് കൃത്യമായിട്ട് നെഞ്ചത്ത് കയറും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുമോ? അയാളെ നിങ്ങൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാ തെറ്റും അയാളാണ് ചെയ്തതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രതികരിച്ചെന്നിരിക്കും. അതിനെ സൈബർ ബുള്ളിംഗ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ വേറെ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ട്. അതിനൊന്നും ഞാൻ ന്യായീകരിക്കാനുമില്ല, അതിനോട് സംസാരിക്കാനുമില്ല. ബിഗ് ബോസിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ അത് ഇത്രയും നാൾ ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിലും ഞാൻ നുണ പറഞ്ഞിട്ടില്ല. കറക്റ്റ് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കാതെ അനീഷ് ചേട്ടന്റെ അങ്ങ് റിയൽ ലവ് ആണ് എന്ന് അനു തെറ്റിദ്ധരിച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് അനുമോൾക്ക് ഈ ആശങ്കയും പേടിയും സംശയവും ഒക്കെ ഉണ്ടാവുന്നത്. അനീഷ് വിചാരിച്ചതുപോലെ അനുമോൾ റിയാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അനീഷിന്റെ ഗെയിം ആദ്യ ഭാഗത്ത് പാളിപ്പോയത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ക്ലൂ കിട്ടിയ അനീഷ് ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ച് വ്യക്തിമായിട്ട് സ്വയം അവരോധിക്കുന്നതാണ് ഇന്ന് ഞാൻ ലൈവിൽ കണ്ടത്. ഇതാണ് ഗെയിം സ്ട്രാറ്റജിയാണ്. അനുമോൾ ജിസേൽ ആര്യൻ വിഷയത്തിൽ കാണിച്ച അതേ ഗെയിം, ആ ഗെയിം ചീപ്പാണെങ്കിൽ ലവ് കോംബോ എടുക്കാനായിട്ടുള്ള അനീഷിന്റെ ഈ ഗെയിം ചീപ്പാണെന്ന് സമ്മതിച്ചാൽ മതി. എനിക്ക് ഉറപ്പുണ്ട് അനുമോൾ ജിസേൽ ആര്യൻ വിഷയത്തിൽ കാണിച്ചത് സത്യമായാലും കള്ളമായാലും നമ്മൾ കാണാത്തിടത്തോളം കാലം അതൊരു ഗെയിം സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് ഒരു ചീപ്പ് സ്ട്രാറ്റജി ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ അനീഷ് അനുമോൾക്കെതിരെ ഒരു ലവ് കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ച അനുമോളെ ഒരു തേപ്പുകാരിയായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുന്ന ഒരു ചീപ്പ് സ്ട്രാറ്റജിയാണ് അനീഷ് ഇവിടെ കളിക്കുന്നത് ഞാൻ പറയുന്നുള്ളൂ, വേറൊന്നുമില്ല. അനീഷേട്ടന്റെ ഈ ഒരു പ്രേമം അത് ഫേക്ക് ആണെന്ന് താങ്കൾ എങ്ങനെ ഉറപ്പിച്ചു പറയുന്നു? ഇപ്പൊ ഇത്രയും നാള് വീഡിയോ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അനീഷേട്ടന്റെ മനസ്സിൽ തോന്നിയ ആ ഒരു സ്നേഹം, ആ ഒരു പ്രേമം അതിനൊരിക്കലും ഞാൻ ഒരു ഗെയിമായിട്ട് ഞാൻ കാണുന്നില്ല. അത് അയാൾക്ക് തോന്നിയതാടോ, പച്ചയായ മനുഷ്യനാടോ? താങ്കൾ ഒരാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലല്ലോ. താങ്കൾ എങ്ങനെ അത് പറയുന്നു? വീഡിയോ കണ്ട് അയാളെ ഇമോഷൻസ് കൃത്യമായിട്ട് മുഖത്തുനിന്ന് വായിച്ചറിഞ്ഞ മനുഷ്യന്മാരെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, അനീഷ് ചേട്ടനെ അയാളെ വെറുതെ പിന്നാലെ നടന്ന് അയാളുടെ മനസ്സിൽ എവിടെയോ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ആ ഇഷ്ടം പ്രേമമാക്കി മാറ്റിയത് പോലും അനുമോളാണ്. ആ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് ഈ രീതിയിലാക്കിയ മാനിപ്പുലേറ്റ് ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ പണം വാങ്ങിയിട്ടാണ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിരന്തരമായിട്ട് ഇമ്മാതിരി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ വിഷയം അവസാനിപ്പിക്കാൻ അനുമോൾക്ക് വളരെ സിമ്പിൾ ആയിരുന്നുവെങ്കിൽ അവൾ അത് അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷെ അത് സീരിയൽ പോലെ വലിച്ചു നീട്ടി എന്താക്കി എന്ന് ഇപ്പൊ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ വീഡിയോ തുടക്കത്തിൽ ഈ അനീഷേട്ടനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അനുമോളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എല്ലാ വിഷയങ്ങളും എന്റേതായ ന്യായമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ 5 പൈസ വാങ്ങിയിട്ടല്ല എന്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സമ്മർ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ താങ്കൾ പണം വാങ്ങിയിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഒരു പുരുഷന് മാനസികമായ തകർച്ചകൾ വരാൻ പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? സ്ത്രീകൾക്ക് മാത്രമേ അത് ഉള്ളൂ എന്നാണോ താങ്കൾ പറയുന്നത്? ഒരാണ് കരയുന്നുണ്ട് എങ്കിൽ അയാളുടെ മനസ്സിൽ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത വിഷമം ഉണ്ടായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഒരിക്കലും ഒരാണ് കരയില്ല, അത് മനസ്സിൽ ഒതുക്കി വെക്കും. നേരെ തിരിച്ച് ഒരു പെൺകുട്ടി കരയണമെങ്കിൽ വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ മതി, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അനീഷേട്ടനെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പക്ഷെ അനീഷേട്ടൻ അത് ബാധിക്കുന്നില്ല. അനീഷേട്ടൻ അത് മറക്കാൻ കഴിയുന്നു എങ്കിൽ അത് വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളെ പോലെയുള്ള ആളുകൾ അത് ഗെയിം സ്ട്രാറ്റജിയാണ് എന്ന് വളച്ചൊടിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പുറത്തുപോയ ആളുകളകത്തേക്ക് വരുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ വീണ്ടും വരട്ടാ. സന്ദീപ് പോൾ സൈനിങ് ഓഫ്.